സമാധാനം നിങ്ങളോടുകൂടെ. ശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സവിശേഷം. ജ്ഞാനികൾക്ക് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. കാരണം ഹെരോദോസ് ശിശുവിനെ വധിക്കാനായി അന്വേഷണം തുടങ്ങാൻ പോകുകയാണ്. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദോസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. കാരണം ശിശുവിന്റെ ജീവൻ അന്വേഷിച്ചവർ മരിച്ചിരിക്കുന്നു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോയി. അർക്കലാവോസ് അവന്റെ പിതാവായ ഹെരോദോസിന്റെ സ്ഥാനത്ത് യൂദയ ഭരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോവാൻ യൗസേപ്പ് ഭയപ്പെട്ടു. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകേണ്ടതിന് അവൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി വസിച്ചു. തിരുക്കുടുംബത്തിലും എനിക്കും ഏറെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മത്സരങ്ങളെ, നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥരായ പരിശുദ്ധ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ഭക്ത്യാദരപൂർവ്വം നമ്മൾ ആചരിക്കുകയാണ്. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും നല്ല ഒരു മാതൃക കുടുംബമാണ് തിരുക്കുടുംബം. കാരണം ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത, ദൈവഹിതത്തിന് ജീവിതത്തിൽ എപ്പോഴും കാതോർത്ത ഒരു കുടുംബമായിട്ടാണ് തിരുക്കുടുംബത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ തിരിച്ചറിയുന്നു. ഈ തിരുക്കുടുംബ തിരുനാളിൽ രണ്ട് നോട്ടങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, തിരുക്കുടുംബത്തിലേക്ക് നമ്മൾ നോക്കണം. രണ്ടാമത് എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ നോക്കണം. ഈ രണ്ട് നോട്ടങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവർ ഈ തിരുനാൾ നമുക്ക് അനുഗ്രഹമായിട്ട് മാറേണ്ടത്. ആദ്യത്തെ നോട്ടം നമ്മൾ നോക്കേണ്ടത് തിരുക്കുടുംബത്തിലേക്കാണ്. പിന്നീട് ഞാൻ നോക്കേണ്ടത് എൻ്റെ കുടുംബത്തിലേക്കാണ്. തിരുക്കുടുംബത്തിലേക്ക് നമുക്ക് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്കും നമുക്കൊന്ന് നോക്കി കുറവുകളെ പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ മറിയം, ദർശനത്തിലൂടെ വന്ന ദൈവിക വാക്കുകളെ ശങ്ക കൂടാതെ സ്വീകരിച്ച യൗസേപ്പ്, ദൈവഹിതത്തിന് പൂർണ്ണ സമർപ്പണം നടത്തിയ ഈശോ, ഇവര് മൂന്ന് പേരും അടങ്ങുന്നതാണല്ലോ തിരുക്കുടുംബം എന്ന് പറയുന്നത്. ഈ മൂന്ന് പേരടങ്ങുന്ന തിരുക്കുടുംബത്തിന്റെ മൂന്ന് പ്രത്യേകതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നാമതായി,
വിശ്വാസം നൽകുകയും അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു കുടുംബ ജീവിതത്തിന്റെ നട്ടല്ല. ജീവിത പങ്കാളികൾ തമ്മിലും മക്കളും മാതാപിതാക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലും പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളത് മറിയത്തിലും യൗസേപ്പിലും നമ്മൾ ദർശിക്കുന്ന കാര്യങ്ങളാണ്. വലിയൊരു മാതൃക യൗസേപ്പും മറിയവും നമുക്ക് തരുന്നുണ്ട് ഈ പരസ്പര വിശ്വാസത്തിന്റെ. വളരെ വ്യക്തമായി മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, അവളെ അപമാനിതയാക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. ഈശോയെ കാണാതാകുന്ന അവസരത്തിൽ മറിയം പറയുന്നത് എന്താണ്? നിന്റെ അപ്പനും ഞാനും, അപ്പനാണ് ആദ്യം സ്ഥാനം കൊടുക്കുന്നത്. ഈശോയെ കുറിച്ച് 30 വർഷത്തെ ജീവിതത്തെ ഒറ്റ വാക്യത്തിൽ സുവിശേഷകൻ സംഗ്രഹിക്കുന്നത് അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവനായി വളർന്നു വന്നുവെന്നാണ്. അപ്പൊ തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ ഈ പരസ്പര വിശ്വാസം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് നമ്മൾ ദർശിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഈ പരസ്പര വിശ്വാസം മാതാപിതാക്കൾ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, കൂടപ്പിറപ്പുകൾ തമ്മിൽ ഉണ്ടോ എന്ന് നമുക്ക് ഈ തിരുക്കുടുംബത്തിന്റെ നാളിൽ ആത്മശോധന ചെയ്യാം. തുറവിയുള്ള നല്ല സംസാരങ്ങൾ ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബത്തിൽ. രണ്ടാമതായി പരസ്പരം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. കരം പിടിക്കുക, കാവലാകുക. യൗസേപ്പിന്റെയും മറിയത്തിന്റെയും ജീവിതത്തിൽ നമ്മൾ ദർശിക്കുന്ന വലിയൊരു നന്മയാണ് പരസ്പരം കരം പിടിക്കുക, ഒരാൾ മറ്റൊരാൾക്ക് കാവലായിട്ട് മാറുക. നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ വലിയൊരു നന്മയായി തീരേണ്ട കാര്യമാണ്. കുറവുകളില്ലാത്ത മനുഷ്യരില്ല എന്നറിയാം നമുക്ക്. കുടുംബജീവിതം നയിക്കുന്നവരിലും ഏതൊരു ജീവിതം നയിക്കുന്നവരിലും കുറവുകളുണ്ട്. പക്ഷേ പരസ്പരം ഒന്ന് താങ്ങാൻ, തണലാകാൻ, കരം പിടിക്കാൻ, കാവലാകാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളും ഈ തിരുക്കുടുംബത്തിന്റെ സ്നേഹത്തിലേക്കാണ് വളരുന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായി തിരുക്കുടുംബത്തിന്റെ മാതൃക സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായി എപ്പോഴും ഒപ്പമുണ്ടാകുക എന്നുള്ളതാണ്. മരണം വരെ ഒരുമിച്ചിരിക്കുന്ന ഒരു കുടുംബമായിട്ടാണ് തിരുക്കുടുംബത്തെ നമ്മൾ ദർശിക്കുക. കുടുംബത്തോടൊപ്പം ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാനെന്ന വ്യക്തി എൻ്റെ കുടുംബത്തിന്റെ ഒപ്പമുണ്ടോ എന്നുള്ളതാണ് ഈ തിരുക്കുടുംബ തിരുനാളിൽ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യം. ഒപ്പമുണ്ടാകുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അടുത്തു പോയിരിക്കുക എന്നുള്ളതല്ല. അകലെ ആയിരിക്കുമ്പോഴും എൻ്റെ കുടുംബത്തിന് ഒരു പിന്തുണ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വിവിധ ഇടങ്ങളിലായിരിക്കുമ്പോഴും ഈ പിന്തുണ കൊണ്ട് ഒപ്പമായിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് എൻ്റെ കുടുംബത്തെ നടത്താൻ കുടുംബനാഥൻ എന്ന നിലയിൽ അല്ലെങ്കിൽ കുടുംബനാഥി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? ഈ പരിശ്രമങ്ങളിലാണ് കർത്താവ് നമ്മളിൽ സംപ്രീതനാകുന്നത്. സംസാരിക്കാൻ, ഒപ്പമായിരിക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം. ഒരുപക്ഷെ അത്താഴ മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരസ്പരം ആ ദിവസത്തിന്റെ വിശേഷങ്ങൾ പൊതിച്ചോറ് അടിക്കുന്നത് പോലെ അടിച്ചു വെച്ച് പരസ്പരം ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറണമെന്ന് ഈ തിരുക്കുടുംബ തിരുനാളിൽ പരിശുദ്ധ തിരുക്കുടുംബം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രതിസന്ധികൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാം. അപ്പോഴൊക്കെ ഈ പിന്തുണയാണ് പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാൻ നമുക്ക് ബലം നൽകുന്നത്, കരുത്ത് നൽകുന്നത്. അതുകൊണ്ട് പരസ്പരം പിന്തുണയ്ക്കുന്ന, ഒപ്പമായിരിക്കുന്ന അനുഭവത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടുപോകാൻ കുടുംബങ്ങളിലൂടെ എല്ലാവർക്കും ഒരുപോലെ സാധിക്കട്ടെ. പ്രത്യേകിച്ച് മക്കളെ അക്കമ്പനി ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ടാകണം. കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരായിട്ട് മാതാപിതാക്കൾ മാറണം. മക്കളുടെ ആത്മീയ കാര്യങ്ങളിൽ
കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ് കർത്താവ് ഭൗതിക കാര്യങ്ങൾ അവർക്ക് വേണ്ടി ക്രമീകരിക്കുക. ഇപ്പോൾ നമുക്ക് പറ്റുന്ന തെറ്റ്, നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. മക്കളുടെ പലപ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ പോകുന്നു. തിരുക്കുടുംബത്തിന്റെ ഈ സവിശേഷതകളെ നമ്മുടെ കുടുംബത്തിലേക്ക് പറിച്ചു നടാനുള്ള ദിവസമാണ് ഈ തിരുനാൾ. അതുകൊണ്ട് തിരുക്കുടുംബത്തിലേക്ക് നമുക്ക് നോക്കാം. ഒപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് കുറവുകളെ പരിഹരിച്ച് കൂടുതൽ മികവാർന്ന കുടുംബജീവിതത്തിന് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹദായകമായിട്ട് മാറട്ടെ. തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥതയാണ് ഈ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളിലേക്കും ദൈവാനുഗ്രഹത്തിന് നിറവുണ്ടാകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.